Hi friends, welcome back to our channel Hexcent Private Limited. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് പൈത്തൺ ജാങ്കോ ഫ്രെയിംവർക്കിലുള്ള ഒരു പ്രോജക്റ്റ് സീരീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇവന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന ടോപ്പിക്കിലാണ് നമ്മൾ പ്രോജക്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എങ്ങനെ സ്റ്റാറ്റിക് ഫയൽസിനെ നമ്മുടെ പ്രോജക്റ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം, എങ്ങനെ അതിനെ ലോഡ് ചെയ്യിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് നമ്മൾ കോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ index.html എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഫയലിൽ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ കണ്ടന്റിന് വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് നമുക്ക് തൽക്കാലം ഒരു കറോസൽ കൊടുക്കാം. ഞാൻ അതിന്റെ കോഡ് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് തന്നെ ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഫയലിലായിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം നമ്മുടെ 3 സ്ലൈഡ്സ് ഉള്ള ഒരു കറോസലിന്റെ കോഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്കിവിടെ 3 സ്ലൈഡ്സിലായിട്ട് 3 ഇമേജസ് കൊടുക്കണം. തൽക്കാലം ഞാൻ ഒരു ഇമേജ് തന്നെയാണ് കൊടുക്കുന്നത്. കൊടുക്കാനുള്ള ഇമേജ് സ്റ്റാറ്റിക് ഫോൾഡറിനുള്ളിൽ സ്റ്റാറ്റിക്കിനകത്ത് ഒരു ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൽ കൊണ്ടൊന്ന് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. കറോസൽ 1.jpg എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്കിത് സോഴ്സിനുള്ളിൽ അത് കൊടുക്കാം. CRSL 1.jpg എന്നാണ് നമ്മുടെ ഇമേജിന്റെ ഫയലിന്റെ പേരെന്ന് പറയുന്നത്. ഇമേജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലാണുള്ളത്. അപ്പൊ നമ്മൾ ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിൽ അത് അപ്ലൈ ആവില്ല. നമുക്കൊന്ന് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കിവിടെ ജസ്റ്റ് നോക്കിയാൽ കാണാം കറോസലിന്റെ ആ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഇമേജ് കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ഒരു ജാങ്കോ പ്രോജക്റ്റിനുള്ളിൽ ഒരു സ്റ്റാറ്റിക് ഫയലിനെ, അത് ഇമേജ് ആയിക്കോട്ടെ, ഒരു CSS ഫയൽ ആയിക്കോട്ടെ, ജാവാസ്ക്രിപ്റ്റ് ഫയൽ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളൊരു സ്റ്റാറ്റിക് ഫയലിനെ നമ്മുടെ പ്രോജക്റ്റിനുള്ളിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിപ്പിക്കുക എന്നൊരു ഇതുണ്ട്. നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കാൻ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുന്നത് ഒരു പ്രത്യേക ഫോർമാറ്റിലാണ്. ഇതിന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക ഫോർമാറ്റിൽ, അതായത് ജിഞ്ച ഫോർമാറ്റ് എന്നാണ് അതിന്റെ പേര്. കേളി ബ്രേസസ് പെർസെന്റേജ് സ്റ്റാറ്റിക് എന്നൊരു കീവേഡ്, അതിനുശേഷം സിംഗിൾ കോട്സിനുള്ളിൽ നമ്മുടെ ഇമേജിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റിക് ഫയലിന്റെ അഡ്രസ്സ് കൊടുക്കുക. അതിനുശേഷം പെർസെന്റേജ് കേളി ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഇത്തരത്തിലാണ് നമ്മളൊരു സ്റ്റാറ്റിക് ഫയലിനെ അല്ലെങ്കിൽ ഒരു ഇമേജ് ഫയലിനെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇമേജ് തന്നെ എല്ലാ സ്ലൈഡിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റാറ്റിക് ഫയലിനെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അഫക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ട്, ഫയലിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു സ്റ്റാറ്റിക് ടാഗിനെ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുന്നത് സെയിം ഫോർമാറ്റിലാണ്. കേളി ബ്രേസസ് പെർസെന്റേജ് ഇതിനുള്ളിൽ ലോഡ് സ്റ്റാറ്റിക്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ടാഗിനെ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു ടാഗിനെ രജിസ്റ്റർ ചെയ്യുകയോടെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു സ്റ്റാറ്റിക് ഫയലിനെ നമ്മുടെ പ്രോജക്റ്റിൽ, നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പ്രോജക്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ആ കൊടുത്ത ഇമേജ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. നമ്മുടെ കാറോസെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കിയത്. ഇത് മാത്രമല്ല, ഇമേജ് മാത്രമല്ല, നമ്മളിപ്പോൾ എക്സ്റ്റേണൽ CSS ഫയൽസ് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ അതേപോലെ എന്തായിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റാറ്റിക് കണ്ടന്റിൽ, സ്റ്റാറ്റിക് ഫോൾഡറിനുള്ളിൽ വരുന്ന ഏതൊരു ഫയൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫയൽ നെയിമിനെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ലിങ്കിനെ സ്റ്റാറ്റിക് ലോഡ് ചെയ്യിക്കേണ്ടതുണ്ട്. ഓക്കെ, നമുക്ക് ആ ഒരു ജസ്റ്റ് ആ ഒരു നാവ് ലിങ്ക്സിനെ കൂടി ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ base.html ഞാൻ തൽക്കാലം ഇവിടെ ഇന്റേണൽ CSS ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്റ്റൈലിനുള്ളിൽ ഇതിന്റെ കളറ് നമുക്കൊന്ന് ഈ ഒരു കളർ കൊടുക്കാം. അതുപോലെ ഫോണ്ട് സൈസ് ഞാനൊന്ന് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഫോണ്ട് സൈസ് ഒരു 20px കൊടുക്കാം. നമുക്കൊന്ന് നോക്കാം, കുറച്ചുകൂടി കാണാൻ പറ്റുന്നുണ്ട്. ഇനി ആ ഒരു നാവ് ബാർ ബ്രാൻഡ്, ആ ഇവന്റ്സ് എന്നുള്ള നെയിം ഒന്ന് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. നാവ് ബാർ ബ്രാൻഡ്. ഇതിന്റെ ഫോണ്ട് സൈസിനെ നമുക്ക് ഒരു
25px കൊടുക്കാം. അതേപോലെ ഫോൺ ഫാമിലി കൂടി മാറ്റാം. ഫോൺ ഫാമിലി യൂസ് ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. തൽക്കാലം ഇത്തരത്തിലിരിക്കട്ടെ. നമുക്ക് ആ ഈവൻസിന്റെ കളർ കൂടി ഒന്ന് സെയിം കളറാക്കി കൊടുക്കാം. വലിയ രീതിയിലുള്ള സ്റ്റൈലും കാര്യങ്ങളും ഒന്നും നോക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. തൽക്കാലം ഇത്രയും മതി. ഇതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ടെംപ്ലേറ്റ് സ്റ്റാറ്റിക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലെ കണ്ടന്റ്സ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൊടുത്തു. അതേപോലെ തന്നെ വ്യൂസും സെറ്റ് ചെയ്ത് URLസും ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഫംഗ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിലും വ്യൂസ് ക്രിയേറ്റ് ചെയ്ത് അതിന്റെ URLs നമ്മൾ സെറ്റ് ചെയ്തു. അത് അത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ URLസിനുള്ളിൽ നമുക്ക് അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് പോകാനുള്ള ഒരു URL കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. admin/ എന്നാണ് അതിന്റെ ഒരു റൂട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് കിട്ടുന്നത്? ഇൻബിൽറ്റ് ആയിട്ട് നമുക്ക് ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അഡ്മിൻ ഡാഷ്ബോർഡ്. നമ്മുടെ പ്രോജക്റ്റിനെ അല്ലെങ്കിൽ വെബ്സൈറ്റിനെ മൊത്തത്തിൽ മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൺട്രോളും പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അഡ്മിൻ ഉണ്ട്. നമുക്ക് ഒരു അഡ്മിൻ സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻബിൽറ്റ് അഡ്മിൻ ഡാഷ്ബോർഡ് സിസ്റ്റം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് എന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ അതിന്റെ റൂട്ട് കണ്ടു. URL /admin/ എന്ന് കൊടുത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അഡ്മിൻ ഡാഷ്ബോർഡ് കിട്ടും. അപ്പൊ ഈ ഒരു അഡ്മിൻ ഡാഷ്ബോർഡിൽ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ യൂസർ നെയിമും പാസ്വേഡും ആവശ്യമുണ്ട്. അപ്പം അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ടെർമിനലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. അഡ്മിനെ നമ്മൾ സൂപ്പർ യൂസർ എന്നാണ് പറഞ്ഞത്. സൂപ്പർ യൂസറിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് പൈത്തൺ manage.py ക്രിയേറ്റ് സൂപ്പർ യൂസർ. ഒറ്റ വേർഡായിട്ടാണ് ക്രിയേറ്റ് സൂപ്പർ യൂസർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമ്മൾ ഈ പ്രോജക്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു യു ഹാവ് 18 അൺഅപ്ലൈഡ് മൈഗ്രേഷൻസ് എന്ന്. നമുക്ക് ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ചധികം ടേബിൾസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു അഡ്മിൻ ഡാഷ്ബോർഡിൽ കയറിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. അതിനുള്ളിലാണ് നമ്മുടെ യൂസറിന്റെ അഡ്മിന്റെ ആയാലും സാധാരണ യൂസേഴ്സിന്റെ ആയാലും ഒക്കെ കാര്യങ്ങളുള്ള ടേബിൾസ് ഒക്കെയാണ് ജാങ്കോ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ മൈഗ്രേഷൻസ് നടത്തുമ്പോൾ മാത്രമേ അതിലേക്ക് മൈഗ്രേഷൻസ് അപ്ലൈ ആയാൽ മാത്രമേ അത് ഡേറ്റാബേസിൽ അഫക്റ്റ് ആവുകയുള്ളൂ. അപ്പൊ ആദ്യം നമുക്കിതിനെ മൈഗ്രേഷൻസ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് പൈത്തൺ manage.py മേക്ക് മൈഗ്രേഷൻസ്. ഇത് ഇപ്പോൾ മാത്രമല്ല നമുക്ക് ചെയ്യാനുള്ളത്. നമ്മുടെ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പ്രോജക്റ്റിനുള്ളിൽ എന്തൊരു ചേഞ്ച് വരുത്തിയാലും നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ്. ആദ്യം മേക്ക് മൈഗ്രേഷൻസ് ചെയ്യുക. അതിനുശേഷം പൈത്തൺ manage.py മൈഗ്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറെ അധികം മൈഗ്രേഷൻസ് അപ്ലൈ ആവുന്നത് ഇതിനകത്ത് കാണാൻ പറ്റും. നമ്മുടെ ടേബിൾസ് ഒക്കെ നമ്മുടെ ഡേറ്റാബേസിൽ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ നമ്മുടെ സൂപ്പർ യൂസറെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് യൂസർ നെയിം കൊടുക്കാനുള്ള ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഞാൻ admin123 എന്ന് കൊടുക്കുന്നു. ഇമെയിൽ കൊടുക്കുന്നു admin@gmail.com എന്ന് വെറുതെ ഒരു ഡമ്മി ഇമെയിൽ കൊടുത്തതാണ്. പാസ്വേഡ് കൊടുക്കുന്നു. ജസ്റ്റ് y പാസ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പൊ നമുക്ക് സൂപ്പർ യൂസർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പ്രോജക്റ്റ് റൺ ചെയ്യുകയാണ്. ഇതിനുശേഷം നമുക്ക് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് അഡ്മിൻ ഡാഷ്ബോർഡിലേക്ക് കയറാം. admin/ കൊടുക്കുന്നു. ഇവിടെ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അഡ്മിന്റെ നെയിം എന്ന് പറയുന്നത് admin123 എന്നാണ്. പാസ്വേഡും കൊടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഇതാണ് നമുക്ക് ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു അഡ്മിനിസ്ട്രേഷൻ പാനൽ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഗ്രൂപ്പ്സ് അതേപോലെ തന്നെ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഈ യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു
ടേബിളിൽ നോക്കിയാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത സൂപ്പർ യൂസറിനെ കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ യൂസേഴ്സിൽ നമുക്ക് ഇതുവഴി അഡ്മിന് ഒരു യൂസറിനെ ക്രിയേറ്റ് ചെയ്ത് അതിനാവശ്യമുള്ള പെർമിഷൻസ് ഒക്കെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. ഓക്കെ, നമ്മളിപ്പോ തൽക്കാലം നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്യുന്നു. ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ സൈറ്റിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന അഡ്മിൻ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റാറ്റിക് ഫയൽസിനെ എങ്ങനെ ലോഡ് ചെയ്യിക്കാം, അതേപോലെ തന്നെ ജാങ്കോ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻബിൽറ്റ് ആയിട്ടുള്ള അഡ്മിൻ ഇന്റർഫേസ് എന്താണ്, എങ്ങനെയാണ് അതിനെ ആക്സസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും ഇന്നത്തെ കണ്ടന്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോദിക്കാം. വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ആവശ്യമുണ്ടെന്ന് തോന്നുന്നവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.